C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ദേവിയുടെ പല അവതാരങ്ങൾക്കും ഓരോ ലക്ഷ്യങ്ങളാണ്. അത് ഐതിഹ്യം. അതുപോലെ തന്നെ നിന്റെ ഈ അവതാര ലക്ഷ്യവും നാം അറിയുന്നു. അപ്പുറത്ത് ശത്രു കാഹളം മുഴക്കി യുദ്ധത്തിന് തയ്യാറായി നിൽക്കുമ്പോൾ ഇപ്പുറത്ത് ശ്രീലക്ഷ്മി കൺമണിയായി മാറി അവരോട് പൊരുതാൻ തയ്യാറെടുക്കുന്നു. വിജയകിരീടം ചൂടും മുമ്പ് പല പ്രതിസന്ധികളിലും തളർന്നു പോകാതെ നോക്കണം. പലതും പിന്നോട്ട് വലിക്കും. തീരുമാനമെടുക്കാൻ പറ്റാതെ വരും. പക്ഷേ എപ്പോഴും തളർന്നു പോകുന്നത് ശത്രുക്കളുടെ അപ്രതീക്ഷിത നീക്കത്തിലാവില്ല, സ്നേഹത്തിന്റെ മുന്നിലായിരിക്കും. താലി കെട്ടിയവന്റെ ഒരിക്കലും അടങ്ങാത്ത പ്രണയത്തിന് മുന്നിൽ. ശ്രീലക്ഷ്മിയോടുള്ള അവന്റെ പ്രണയം മുഴുവൻ മറ്റൊരാളായി നിന്ന് കാണും, കേൾക്കും, അനുഭവിക്കും. പലതവണ തന്റെ വിശ്വരൂപം കാണിക്കാൻ തോന്നുമെങ്കിലും ആത്മധൈര്യം കൈവരിച്ച് മനസ്സിനെ ബലപ്പെടുത്തും. പക്ഷേ മനസ്സ് ബലപ്പെട്ടാലും സാഹചര്യം നേരെതിർദിശയിൽ നിൽക്കും. ഈ കാലഘട്ടമെല്ലാം മനസ്സിൽ മൂടിവെച്ച് ആ മനുഷ്യന്റെ മുന്നിൽ പ്രകടിപ്പിക്കാൻ പറ്റാതെ ഉള്ളിൽ കിടന്ന് തിരയടിക്കും. ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, എല്ലായ്പ്പോഴും പ്രണയത്തെ മൂടിവെക്കാൻ കഴിയില്ല ശ്രീലക്ഷ്മി. അത്രയ്ക്കും ശക്തിയുണ്ടതിന്. ഉള്ളിൽ അലയടിക്കുന്ന അതിതീവ്രത നിറഞ്ഞ അനുരാഗത്തെ തന്റെ പാതിയിൽ ചേർത്ത മഹാനീലകണ്ഠന്റെ പ്രണയത്തിന് സമമായി ഇന്നീ ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേരും മാത്രം. അതിനിടയിൽ ശത്രു സംഹാരം. ഇതിനെല്ലാം കുറച്ച് സമയമേ വേണ്ടൂ. നീ തേടി നടക്കുന്നവൾ, ആയില്യം നക്ഷത്രത്തിലെ സർപ്പത്തിന്റെ സൂക്ഷ്മ ബുദ്ധിയുള്ളവൾ. നിങ്ങൾ തമ്മിൽ മുഖാമുഖം കാണും, സംസാരിക്കും. വരുന്ന അമാവാസി നാളു മുതൽ അവൾക്ക് കാരാഗ്രഹവാസം നിശ്ചയം. എന്നാലും ജീവഭീതി ഉണ്ടാക്കും വിധം ആക്രമണമുണ്ടാകാൻ സാധ്യതയുണ്ട്. നേരിട്ട് ചെയ്യാൻ പറ്റാത്തത് പലതും മറ്റ് കൈകളിലൂടെ എന്ന സമ്പ്രദായം ഇവിടെയുമുണ്ടാകും. പക്ഷേ അതിൽ നിന്നെല്ലാം രക്ഷിക്കുന്നത് അളവില്ലാത്ത നിങ്ങളുടെ രണ്ടാളുടെയും പരസ്പര വിശ്വാസം, സ്നേഹം. ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ല എന്ന തിരിച്ചറിവിലുണ്ടാകുന്ന മനസ്സെരിഞ്ഞുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയും നിങ്ങളുടെ വിശ്വാസവും നിങ്ങളെ ഒരിക്കലും രണ്ടാക്കില്ല ശ്രീലക്ഷ്മി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.